കുറുപ്പ് സാറേ, ഞാൻ ഏത് സ്റ്റേഷനിൽ ഇരുന്നാലും ഇതിന്റെ ഇരട്ടി ഫർണിച്ചർ വാങ്ങും. എന്നിട്ട് അതൊക്കെ എന്ത് ചെയ്തു? അവിടെ തന്നെ കൊടുത്തിട്ട് പോരും. അതെന്താ? ചെല്ലുന്നിടത്തെല്ലാം ഓരോ താവളക്കാരും ഈ ഫർണിച്ചറെങ്കിലും കൊടുത്തില്ലെങ്കിൽ ദൈവദോഷം ഉണ്ടാകും. ആ, വീരടങ്ക എല്ലാരും എത്തിയിട്ടുണ്ടല്ലോ ശ്രമക്കാരായിട്ട്. എടോ ഭാഗമില്ലേ, എന്തോ പൊളിക്കായിരുന്നു. അല്ല സാറേ, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെയും പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും യൂണിഫോം കാക്കിയ. അപ്പൊ പിന്നെ രണ്ട് ഡിപ്പാർട്ട്മെന്റും കൂടി ഒന്നാക്കിയാലോ എന്ന് കുറുപ്പ് സാറിനോട് ആലോചിക്കായിരുന്നു. അതുകൊണ്ടുള്ള ഗുണം ഒന്നുമില്ലേലും വല്ലവർക്കും വരുന്ന മണിയോർഡർ പണം കുറച്ചു നേരമെങ്കിലും കയ്യിലിരിക്കുമല്ലോ സാറേ. പിള്ളസാറിന്റെ ഓരോ തമാശ. ആഹാരക്കാരും എങ്ങനെ, വേലക്കാരാരെങ്കിലും ഉണ്ടോ? ആരുമില്ല. സാറിന് ഇഷ്ടമാണെങ്കിൽ വീട്ടിൽ നിന്ന് കൊടുത്തയക്കാം. അയ്യോ, അത് വേണ്ട. കുറുപ്പ് സാറിന്റെ വീട്ടിൽ കറക്കുന്നൊരു പശുവുണ്ട്, പാല് വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വാങ്ങാം. ആ, അത് നല്ല കാര്യം. രാവിലെ ഓരോ കുപ്പി പാല് തന്നേക്ക്. ഓ, അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. വനലക്ഷ്മി, വാ മക്കളെ. സാറിന് വീടും കിട്ടി, കുറുപ്പിന്റെ പാലം വിറ്റു. നീ എന്താടെ ഇന്ന് ഇത്ര കാലത്തെ സ്കൂളിൽ പോകുന്നത്? എക്സ്ട്രാ ക്ലാസ് ഉണ്ടമ്മേ. ആ, എന്നാ ചെല്ലേ. അച്ഛാ, എന്താ മോളെ? ഇൻസ്പെക്ടർ അദ്ദേഹത്തിനുള്ള പാല് ഞാൻ വേണമെങ്കിൽ കൊടുത്തേക്കാം. നീ കൊണ്ടുപോകണ്ട മോളെ. അതിനെന്താ, അവൾ അതുവഴിയല്ലേ പോകുന്നത്, കൊണ്ട് കൊടുത്തിട്ട് പോട്ടെ. സാർ, സാർ. പാല് നള്ളിക്ക് ഇതൊരു ബുദ്ധിമുട്ടായല്ലേ? എനിക്കെന്താ ബുദ്ധിമുട്ട്? ഞാനിന്ന് ഇതുവഴിയാ സ്കൂളിൽ പോകുന്നത്. ഓ, അങ്ങനെയാണോ? ആട്ടെ, ഇതൊക്കെ പാകപ്പെടുത്താൻ ഇവിടെ വേലക്കാരെങ്കിലും ഉണ്ടോ? വേലക്കാര് പാവപ്പെടുത്തരുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോ പിന്നെ വേണ്ടപ്പെട്ട ഒരാളെ കണ്ടുപിടിക്കണം. എനിക്ക് മനസ്സിലിണങ്ങിയ ഒരാളെ ഇതുവരെ കിട്ടിയില്ല. അത് കാര്യമായി അന്വേഷിക്കാനിട്ടാ. നള്ളിയുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ആരാ? അത് 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 ഞാൻ പിന്നെ പറയാം. ആ ദാമുവിനെ ശിക്ഷിച്ചു. അറിഞ്ഞു. അല്ല, അവൻ ജയിലിൽ നിന്ന് പുറത്തു വന്നാലും ശല്യമായിരിക്കും. ഇപ്പൊ അവൻ പോസ്റ്റ് ഓഫീസിൽ കിടന്ന പണം മോഷ്ടിച്ചു. ഇനി പോസ്റ്റ് ഓഫീസേ അടിച്ചിട്ട് പോകും. എന്ന് വെച്ച് പോസ്റ്റ് ഓഫീസ് എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവയ്ക്കാൻ ഒക്കോ? വേണ്ട, പോലീസ് സ്റ്റേഷൻ പോസ്റ്റ് ഓഫീസിലേക്ക് മാറ്റിയേക്കാം. എന്താ? ആട്ടെ, കൊടുത്തയക്കുന്ന പാല് മുഴുവൻ വെള്ളമാണല്ലോ. ഞങ്ങൾ വെള്ളം ചേർക്കാറില്ല. പിന്നെ ഞാനാണ് ചേർക്കുന്നത്. അതെനിക്കറിയില്ല. ഞങ്ങളുടെ പശു തീറ്റയ്ക്കൊപ്പം കുറച്ച് വെള്ളം കുടിക്കും. അത് ശരി. എന്നും നള്ളിയിട്ട് നടത്തിക്കാതെ ശാരദയ്ക്ക് പാലുണ്ടെന്നാൽ എന്താ? ആര് കൊണ്ടുവന്നാൽ എന്താ, പാല് കിട്ടിയാ പോരെ? അതുപോലെ ഇഷ്ടമുള്ളവർ തന്നെ കൊണ്ടുവരണം. എന്നാലേ നാളെ മുതൽ പാല് വേണ്ടാന്ന് വെക്കുന്നതാ നല്ലത്. അങ്ങനെ വാശി പിടിക്കല്ലേ. ഈ കൈ കൊണ്ട് തന്നെ പാല് കാച്ചി ഞാൻ എന്നും കുടിക്കും. നമുക്ക് കാണാം. ഓ, കാണാം.
ചവിട്ടാനില്ല മോളെ. പശുവിന്റെ തീറ്റയൊക്കെ തീർന്നിരിക്കുക. ഇത്തിരി പുളിയരിപ്പടിയും പിണ്ണാക്കും വാങ്ങണം. എന്റെ കയ്യിൽ ഇപ്പൊ കാശില്ല ലക്ഷ്മി. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പശുവിനെ പട്ടിണി കിടാൻ പറ്റുമോ? നീ കണ്ണ് ആ ഇൻസ്പെക്ടറിനെ കണ്ട് ഈ മാസത്തെ പാലിന്റെ പണം വാങ്ങിക്കും. സാർ സാർ എന്താ കിടക്കുന്നത്? ഒരു ചെറിയ പനി. മരുന്നൊന്നും കഴിച്ചില്ലേ? ഇല്ല. നല്ല ചൂടുണ്ടല്ലോ. ഓ സാരമില്ല. അങ്ങനെ വിചാരിക്കരുത്. ഇപ്പോഴത്തെ പനി വളരെ സൂക്ഷിക്കണം. പാല് ഞാൻ കാച്ചി തരട്ടെ? വേണ്ട, സ്റ്റേഷനിൽ നിന്ന് ആരെങ്കിലും വരും. അപ്പോ ഞാൻ വരട്ടെ? ശരി. കുഞ്ഞെ, ഇൻസ്പെക്ടർ എഴുത്തുമല്ലോ ഉണ്ടോ? ഒന്നുമില്ലല്ലോ. ഇന്നെന്താ പിള്ളച്ചേട്ട എഴുത്തന്വേഷിച്ചു വന്നത്? അദ്ദേഹം കിടപ്പാ കുഞ്ഞെ. അയ്യോ, എന്ത് പറ്റി? നല്ല പനി, രാത്രി നല്ല കുളിര് കിടുപ്പായിരുന്നു. വെളുക്കുന്ന വരെ ഞാൻ അടുത്തിരുന്ന് ചൂട് പിടിച്ചു. ഡോക്ടറെ കാണിച്ചില്ലേ? കാണിച്ചു, മരുന്നും മേടിച്ചു കൊടുത്തു. ഇപ്പഴെങ്ങനെ ഇരിക്കുന്നു? പനി കുറഞ്ഞിട്ടില്ല. ടൈഫോയിഡോ അല്ലതോ അതായിരുന്ന കൊള്ളാം. എന്നെ എന്തേ അറിയിക്കേ? നീ വിഷമിക്കുമെന്ന് കരുതി. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? നീ അടുത്ത് വന്നപ്പോ എനിക്ക് ആശ്വാസമായി. കരയാതെ. ഒരു കവർ വന്നു. പനി എങ്ങനെ ഇരിക്കുന്നു? കുറവുണ്ട്. മരുന്ന് വല്ലതും കഴിച്ചോ? കഴിച്ചു. പിന്നെന്താ വല്ലാതിരിക്കുന്നേ? ചെറിയൊരു തലവേദന. ഞാൻ ബാം പുരട്ടി തരാം. വേണ്ട, അതിന് തന്നേക്ക്, ഞാൻ പൊട്ടിക്കോളാം. ഞാൻ പുരട്ടി തരാന്നേ. ഞാൻ നാട്ടിലേക്ക് ഒരു സ്ഥലം മാറ്റത്തിന് ശ്രമിച്ചാൽ എന്തെന്ന് ആലോചിക്കുക. ഒരു പനി വന്നപ്പോ പോലീസ് ഇൻസ്പെക്ടർ ഇങ്ങനെ പേടിച്ചാലോ? അതുകൊണ്ടല്ല. എന്ത് സഹായത്തിനും ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? അതെനിക്കറിയാം. ഇന്ന് എന്തെങ്കിലും കഴിച്ചോ? ഇല്ല, ഒന്നും കഴിച്ചില്ല. ഞാൻ കുറച്ച് ഓറഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്, എടുത്തു തരട്ടെ? ഓ വേണ്ട, എനിക്ക് തീരെ വിശപ്പില്ല. എന്നാ രാത്രി കഴിക്കാൻ കുറച്ച് പൊടിയേരി കഞ്ഞി കൊടുത്തയക്കട്ടെ? വേണ്ട, കഞ്ഞി കൊണ്ടുവരാൻ ഞാൻ എച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. ഇതാ. ഇതെന്താ? ഇത് ഈ മാസത്തെ പാലിന്റെ കാശ. അമ്മയുടെ കൈ കൊടുത്തേക്ക്. ശരി. ഞാൻ
എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ നളിനി അവന്റെ നെറ്റിയെ മരുന്ന് പുരട്ടി കൊടുക്കുന്നത്. ഓഹോ ലക്ഷ്മി, നാളെ മുതൽ അവളുടെ കയ്യിൽ പാല് കൊടുത്തയക്കണ്ട. അതെന്താ? നാട്ടുകാരെ കൊണ്ട് അത് ഇതും പറയിപ്പിക്കരുത്. അല്ല, അവനവളെ കല്യാണം കഴിക്കാൻ താല്പര്യമാണെങ്കിലേ അതൊന്ന് ആലോചിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. 2 പേർക്കും ഉദ്യോഗമുണ്ട്. കണ്ടിടത്തോളം നല്ല തങ്കപ്പെട്ട ഒരു കൊച്ചന്. എടി, അവന്റെ നാടെവിടെ, വീടെവിടെ, വേണ്ടപ്പെട്ടവരാരൊക്കെ ഉണ്ട് എന്ന കൂടി അറിയണ്ടേ? അതൊക്കെ പിന്നെ. ആദ്യം അവനിക്കാര്യം ഇഷ്ടമാണോ എന്ന് നിങ്ങളൊന്ന് ചോദിക്ക്. മുഖത്ത് കയറി വന്ന ലക്ഷ്മിയെ ആട്ടിയിറക്കരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. ശരി, നാളെ തന്നെ ചോദിക്കാം. ഞാൻ ഈ കാര്യം അങ്ങോട്ട് വന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. കുറുപ്പ് സാറിന്റെ മകളെ വിവാഹം കഴിക്കാൻ എനിക്കിഷ്ടമാണ്. എനിക്ക് ഈ ജോലി മാത്രമേ ഉള്ളൂ. സ്വത്തും സൗകര്യമൊന്നും ഉള്ള ആളല്ല ഞാൻ. ഞാനതൊന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പൊ പിന്നെ എന്നത്തേക്ക് നടത്തണമെന്നോ? അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ മതി. ഓ, ഞാൻ വരട്ടെ. ലക്ഷ്മി, ദേ വരുന്നേ. പോയ കാര്യം എന്തായി? ജയനെ കണ്ടോ? ഞാൻ എഴുത്തൊക്കെ കൊടുത്തിട്ട് ജയന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഡ്യൂട്ടി പോലീസുകാരെ മാത്രമേ ഉള്ളൂ. എന്നിട്ട് ജയൻ വരുന്നത് വരെ കാത്തിരുന്നു. കല്യാണക്കാരൻ സംസാരിച്ചോ? സംസാരിച്ചു. എന്നിട്ട് ജയൻ എന്ത് പറഞ്ഞു? സമ്മതമാണെന്ന് പറഞ്ഞു. നേരെ. പിന്നെ നമുക്ക് ഈ കല്യാണം ഉടനെ നടത്തണം. അങ്ങനെ ധൃതി പിടിച്ചാലേ ജാതകം നോക്കണം. ഒന്നും നോക്കണ്ട, അവൻ ഇഷ്ടപ്പെട്ട കാര്യമല്ലേ. നാളെ തന്നെ ജയനെ കണ്ട് തീരെ അങ്ങ് നിശ്ചയിക്കും. ശരി, ആദ്യത്തെ കല്യാണമല്ലേ, അതുകൊണ്ട് വീട്ടിൽ വെച്ച് നടത്തണമെന്നാ എന്റെ ആഗ്രഹം. അങ്ങനെ ആയിക്കോട്ടെ. മറ്റൊരു കാര്യം കൂടി ജയനോട് പറയാനുണ്ട്. എന്താ? വിവാഹം കഴിഞ്ഞാലും അവളുടെ ജോലി കളയരുത്. ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ടാ എന്റെ മോക്ക് ആ ജോലി കിട്ടിയത്. അതിനവള് ടെസ്റ്റ് എഴുതിയിട്ടല്ലേ ഉള്ളു. അത് ശാരദയാണ്. ശാരദ വിവാഹം കഴിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താ ആലോചിക്കുന്നത്? അല്ല, ഞാനും ലക്ഷ്മിയും വിചാരിച്ചത് നളിനിയുടെ കാര്യമാണെന്നാ. നളിനിയെ എനിക്കിഷ്ടമാണ്. പക്ഷെ അവളെപ്പറ്റി ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല. ശരി, ജയൻ അതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് അത് തന്നെ നടത്താം. നടക്കത്തില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അക്കാര്യം ഞാൻ നടത്തത്തില്ല. നീ ഒന്ന് സമാധാനപ്പെടും ലക്ഷ്മി. അയാൾക്ക് ഇഷ്ടപ്പെട്ടത് ശാരദയാണ്. നമുക്കതങ്ങ് നടത്തി കൊടുക്കുന്നതല്ലേ നല്ലത്. എന്റെ സ്വന്തം മോള് ജീവിച്ചിരിക്കുമ്പോ ശാരദയുടെ വിവാഹം നിങ്ങൾ നടത്തുന്നു? അന്ന് എന്റെ ശവമായിരിക്കും ഈ വീട്ടിൽ. ശാരദയും നമ്മുടെ മോളല്ലേ ലക്ഷ്മി? എന്നാര് പറഞ്ഞു? ഞാൻ ഒന്നേ പറ്റുള്ളൂ, അത് നളിനിയാ. നീ അവളെ പ്രസവിച്ചില്ലെന്നല്ലേ ഉള്ളൂ. പെറ്റ തള്ളയെപ്പോലല്ലേ നീ അവളെ വളർത്തിയത്? എങ്ങാണ്ടോ കിടന്ന് ഒരുത്തിന് ഏൽപ്പിച്ചിട്ട് പോയ ഒന്നിനെ ഇത്രയും കാലം വളർത്തി വലുതാക്കിയത് എന്റെ കുറ്റം തന്നെയാ. എന്തൊക്കെ ആയാലും പെറ്റ് വളർത്തിയതും എടുത്തു വളർത്തിയതും തന്നെ. അവൾ അപ്പുറത്തുണ്ട്. കേക്കട്ടെ, എന്നാലും ഒരിക്കലും അവളത് കേൾക്കേണ്ടതല്ലേ? അവക്കൊരു ആന്തണ വേണ്ടേ? അതും നമ്മൾ തന്നെ വേണ്ടേ നടത്തി കൊടുക്കേണ്ടത്? എന്റെ മോളെ കണ്ണിന് കുടിപ്പിച്ചിട്ട് വേണോ അത്? ഈ വീട്ടിലൊരു വിവാഹം നടക്കുന്നെങ്കിൽ അത് എന്റെ മോള് നളിനിയും ജയനുമായിട്ടായിരിക്കും, തീർച്ച. എല്ലാം ഞാൻ കേട്ടു. ഇനി ഒന്നും എന്നെ മറച്ചു വെക്കരുത്. ദയവ് ചെയ്ത് ഞാൻ ആരാണെന്ന് സത്യം എന്നോട് പറയൂ. വേണ്ട മോളെ, നീ അതൊന്നും അറിയണ്ട. എന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് എന്നോട് പറയില്ലേ? കുഞ്ഞെ, അത് മാത്രം എന്നോട് ചോദിക്കരുത്. ഈ ഒരു കാര്യം മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. എന്റെ മനസ്സമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ എന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് പറയണം. പറയാം മോളെ, പറയാം.
അന്ന് വടക്കൊരു നാട്ടിലായിരുന്നു എനിക്ക് ജോലി. നീയും നളിനിയും കുഞ്ഞുങ്ങളായിരുന്നു. എന്റെ അയൽവാസിയായിരുന്നു ഭാസ്കരൻ. ഞങ്ങൾ 2 കുടുംബങ്ങൾ തമ്മിൽ വലിയ അടുപ്പത്തിലായിരുന്നു. വേലായുധ മുതലാളിയുടെ ബസ്സിലെ ഡ്രൈവറായിരുന്നു ഭാസ്കരൻ. ഭാസ്കര, എന്നും നേരത്തെ എത്തുന്ന ബസ് ഇന്നത്തെ താമസിച്ചത്? ഇന്ന് ചന്ത ദിവസമാണെന്ന് അറിഞ്ഞുകൂടെ കുറിപ്പേ? എന്ന് പറഞ്ഞ പോസ്റ്റ് ഓഫീസിന്റെ നടയിൽ നിറച്ച ആൾക്കാരാ. മേൽരാവ് വരാൻ താമസിച്ചാലും കുറ്റം പോസ്റ്റ്മാനാ. എന്റെ വണ്ടി യാത്രക്കാർ സഞ്ചരിക്കുന്നതാ, അല്ലാതെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റേതല്ല. അപ്പൊ ഇത് വേലായ മുതലാളിയുടെ ബസ്സല്ലേ ഭാസ്കരൻ എന്നായിരുന്നു വിലക്ക് വാങ്ങിച്ചത്? കുറുപ്പേ, ഞാൻ ഓടിക്കുന്ന ബസ് എന്റെ സ്വന്തം തന്നെ. ഇതാണ് എനിക്ക് ആഹാരം തരുന്നത്. അത് ന്യായം. പറ്റേ. ഇതാ ചോറ്. എന്താ ഇത്? കുറച്ച് പച്ചക്കറിയാ ദേവി. മോക്ക് മരുന്ന് വാങ്ങിച്ചില്ലേ? ഡിസ്പെൻസറി നിറച്ച ആള് വൈകുന്നേരം വരുമ്പോ ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. മറക്കരുത് കേട്ടോ. ഇല്ല ഇല്ല. എന്റെ ദേവകി, ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് എപ്പോഴാ സ്ഥലമാറ്റം കിട്ടുന്നെന്ന് പറയാൻ ഒക്കുവോ? അത് ഒരു കണക്കിന് നല്ലതല്ലേ ചേച്ചി, എല്ലാ സ്ഥലവും കാണാമല്ലോ. എന്ന് നിനക്ക് പറയാം. ഈ വീട്ടു സാധനങ്ങളും പെറുക്കി കെട്ടി ഓരോ സ്ഥലം ചുറ്റുന്നത് എന്തൊരു പാടാണെന്നറിയാവോ? ലക്ഷ്മി, നീ ഇവിടെ കൊച്ചുവർത്താനം പറഞ്ഞോണ്ടിരിക്കാന്നോ? ഇങ്ങോട്ട് വന്നേ, എനിക്ക് വിശക്കുന്നു. മോടെ അച്ഛൻ വന്നു, ഞാനിങ്ങോട്ട് ചെല്ലട്ടെ. ആ വാ മോളെ. ഹാക്കൻ ചേട്ടൻ വരാറായില്ലേ? വരാറായി. ദേ, എന്താ ഇത്, പായസം? അതെ, പായസം ഉണ്ടാക്കാൻ എന്താ വിശേഷം? അങ്ങേതിലെ കുറുപ്പ് സാറിന്റെ മോളുടെ പിറന്നാളായിരുന്നു. ലക്ഷ്മി ചേച്ചി കൊണ്ടുവന്നതാ. ഓ, നമ്മുടെ മോടെ പിറന്നാളിനും പായസവും പലഹാരവും ഒക്കെ ഉണ്ടാക്കണം, എല്ലാ ആൾക്കും കൊടുക്കണം. ഭാസ്കര, മുതലാളിയാ, ദാ പിടിച്ച്. മോൾ ഇവിടെ നിൽക്ക്. മുതലാളി ഇവിടെ പോയിട്ട് വരുന്നു? ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നതാ. എന്താ മുതലാളി വിശേഷം? ഭാസ്കരൻ നാളെ വെളുപ്പിന് മധുര വരുന്ന് പോകണം. എന്താ കാര്യം? എനിക്ക് വേണ്ടി ഒരു ഫോറിൻ കാർ എന്റെ ഒരു സ്നേഹിതൻ മധുരയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഭാസ്കരൻ പോയത് എടുത്തോണ്ട് വരണം. ശരി മുതലാളി. ഇതാ സ്നേഹിതനുള്ള കത്ത്, വഴിച്ചിനുള്ള പണം. ദേവകി, വേഗം കാപ്പിയിട്. വേണ്ട. എന്താ ദേവയ്ക്കും കുഞ്ഞിന് സുഖമല്ലേ? സുഖമാണ് മുതലാളി. മധുരയ്ക്ക് പോയിട്ട് എന്നാ വരുന്നത്? നാളെ തന്നെ വരും. മധുരയിൽ നിന്ന് വരുമ്പം നിനക്ക് എന്ത് വാങ്ങിക്കൊണ്ടുവരണം? എനിക്കൊന്നും വേണ്ട, വേഗം ഇങ്ങ് എത്തിയാ മതി. നിനക്കൊരു സാരി വാങ്ങിക്കൊണ്ടുവരാം. വേണ്ട ഏട്ടാ, മോക്ക് 2 ഫ്രോക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നാ മതി. ശരി, മോക്ക് 2 ഫ്രോക്കും മോന് 2 ഷർട്ടും. മോനോ? ഏത് മോൻ? എന്റെ ജനിക്കാനിരിക്കുന്ന പൊന്നുമോൻ. മോളുറങ്ങിയോ?